നമസ്കാരം. കോൺഗ്രസിനെതിരെ പ്രചരണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്ക് കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. INDA സഖ്യത്തിന്റെ നിലപാട് തുറന്ന് കാണിക്കുന്ന പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണം, സംവരണം അട്ടിമറിക്കുന്നതടക്കം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നുകൂടി മോദി കത്തിൽ പറയുന്നുണ്ട്. അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങി മൂന്നാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ തന്നെ INDA എന്ന പ്രതിപക്ഷ മുന്നണിക്കെതിരെയുള്ള ആക്രമണം BJP കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. INDA സഖ്യത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച മോദി നേതാവ് ആരാകണമെന്നതിൽ INDA സഖ്യത്തിനുള്ളിൽ ഇപ്പോഴും തർക്കമാണ് എന്നും അധികാരം പിടിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ പോലും അവർ തയ്യാറാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രംഗത്ത് വെച്ചിരുന്നു. എന്തായാലും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണ വേളയിൽ വികസനവും വാഗ്ദാനവും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പാർട്ടികളൊക്കെയും കളം നിറഞ്ഞിരുന്നത്. പക്ഷെ പതിയെ ആ ഒരു രീതി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പരസ്പരമുള്ള ആക്രമണത്തിലേക്ക് അത് വഴിമാറിയിരിക്കുന്നു. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം തെരഞ്ഞെടുപ്പുള്ള കാലം മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളിലൂടെ തന്നെയാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഒരു മോശം രീതിയിലുള്ള പ്രചരണവുമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രവുമല്ല, മറിച്ച് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അടക്കമുള്ള വിഷയങ്ങൾ ലോകമാധ്യമങ്ങളിൽ തന്നെ ഇടം പിടിക്കുന്നതുമാണ്. എന്തായാലും ഈ ശൈലി മാറിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം പഴയ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി പഴങ്കഥകളുടെ കെട്ടഴിക്കുന്ന തിരക്കിലായിരിക്കും BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ആദ്യഘട്ടത്തിൽ ജനത്തിന് നൽകിയ ഒരു വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾ നേടിയെടുത്ത വികസനങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടിയതെങ്കിൽ രണ്ടാം ഘട്ടം പൂർത്തിയായി മൂന്നാം ഘട്ടം മുതൽ അങ്ങോട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.